മോർണിംഗ് ഷോ തുടരുകയാണ്. അപർണ, ഒരുപാട് മ്യൂസിക് ട്രൂപ്പുകൾക്ക് ജന്മം നൽകിയിട്ടുള്ള നാടാണ് കോഴിക്കോട്. സംഗീതത്തിനേറെ പ്രാധാന്യം കൽപ്പിക്കുകയും ഒരുപാട് സംഗീത ആസ്വാദകർ ഉള്ള ഒരു നാട് കൂടിയാണ് കോഴിക്കോട്. അവിടെ നിന്ന് ഒരു പുതിയ സംഗീത ബാൻഡ് കൂടി പിറവിയെടുത്തിരിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ ഒരു പേര് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാമെന്ന് മാത്രം. കാരണം അവർ തികച്ചും വ്യത്യസ്തമായ ശൈലിയിലാണ് ഗാനം അവതരിപ്പിക്കുന്നതും. ഗാനം മാത്രമല്ല, അതിലെ നിരവധി ഉപകരണങ്ങൾ കൂടെ അവർ പരിചയപ്പെടുത്തുന്നുണ്ട്. പേര് തന്നെ വളരെ വ്യത്യസ്തമാണ്, ചപ്ലക്കട്ട. ചപ്ലക്കട്ട കാരണം കൈകൊണ്ട് നമ്മൾ നമുക്ക് പറയുമ്പോൾ തന്നെ അത് അറിയാം എന്താണ് സംഗീതവുമായിട്ട് എന്തുമാത്രം ബന്ധമുണ്ടെന്നുള്ളത്. ഏതായാലും ഇവരുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്നലെ കോഴിക്കോടായിരുന്നു നടന്നത്. കോഴിക്കോട് ICGയുടെ വാർഷിക പരിപാടിയിലായിരുന്നു ചപ്ലക്കട്ടയുടെ ഉദ്ഘാടനം. സംഗീതം മനസ്സിലേറ്റി നടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് ചപ്ലാങ്കട്ട. ഇന്നലെ കോഴിക്കോട് നടന്ന ICG പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലായിരുന്നു അരങ്ങേറ്റം. ആദ്യ പ്രകടനത്തിൽ തന്നെ പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന പ്രകടനമാണ് സംഘം പുറത്തെടുത്തത്. വേദിയിൽ അവതരിപ്പിച്ച ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷനും ശ്രദ്ധേയമായി. സംഗീതരംഗത്ത് പ്രതിഭ തെളിയിച്ച പ്രസാദ് വി ഹരിദാസാണ് ചപ്ലാങ്കട്ടയുടെ കോർഡിനേറ്റർ. മീഡിയ 1 കോഴിക്കോട്. ഗാനത്തോടുകൂടി ഇന്ന് നമ്മുടെ മോർണിംഗ് ഷോയിൽ എത്തിയിരിക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ചപ്ലങ്കട്ട എന്ന ആ മ്യൂസിക് ബാൻഡിൻ്റെ ജീവനാടി തന്നെയാണ് പ്രസാദ് വി ഹരിദാസൻ. സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ചപ്ലക്കട്ട, അതാണല്ലോ ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്തകളിലൊന്ന്. ചപ്ലക്കട്ടയെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം, അതിനുശേഷമാവാം മറ്റ് കാര്യങ്ങൾ. ചപ്ലക്കട്ട കോഴിക്കോട്ടെ ഒരു പുതിയ സംഗീത ബാൻഡാണ്. ഞങ്ങൾ കനൽ എന്ന പേരിലൊരു നാടൻപാട്ട് സംഘം ഒരു 5-10 വർഷമായിട്ട് ഞങ്ങൾ കോഴിക്കോട് നിരന്തരം പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നുണ്ടായിരുന്നു. അതിൽ നിന്നുള്ളൊരു സൗഹൃദ കൂട്ടായ്മയാണ് ചപ്ലക്കട്ട. സംഗീതത്തെ വളരെ
ഗൗരവത്തോടെ കാണുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സംഘം തന്നെയാണ്. അതോടൊപ്പം തന്നെ ശാസ്ത്രീയ സംഗീതം ഇൻസ്ട്രുമെൻ്റൽ ആയി വായിക്കുന്ന കുറേ ആളുകൾ ഇതിലുണ്ട്. +2 വിദ്യാർത്ഥി മുതൽ പ്രൊഫഷണൽ പിന്നെ ആർട്ടിസ്റ്റുകൾ വരെ ഇതിൻ്റെ ഭാഗമാണ്. മൊത്തം 15 കലാകാരന്മാർ ചപ്ലക്കട്ടയ്ക്കൊപ്പമുണ്ട്. ഇതിലുള്ള എല്ലാവരും സംഗീത പശ്ചാത്തലത്തിലുള്ള ആളുകൾ തന്നെയാണോ, അതല്ല സംഗീതത്തിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായി വന്നവരാണോ? ഇതിൽ എല്ലാവരും എനിക്ക് 90% ആളുകളും സംഗീതത്തെ ഗൗരവമായിട്ട് കാണുന്ന ആളുകളാണ്. പിന്നെ അതിനോട് താല്പര്യത്തോടെ വന്ന കുറച്ച് ആളുകളും ഇതിൻ്റെ കൂടെ ഉണ്ട്. പ്രസാദിൻ്റെ കാര്യം തന്നെ പറയുകയാണെന്ന് വെച്ചാൽ, പ്രസാദ് ഇപ്പോൾ BSNL ജോലി ചെയ്യുന്നു, ഈ സംഗീത ട്രൂപ്പ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു, ഫുട്ബോൾ കളിക്കാരനാണ്, ഫുട്ബോൾ പരിശീലകനും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണോ ബാക്കിയുള്ളവരും ഈ ട്രൂപ്പിലുള്ള മറ്റുള്ളവരും? ഇങ്ങനെയാണ് ഈ വ്യത്യസ്ത കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നത്? ശരിക്കും നമ്മൾ സമൂഹത്തോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സംഗീതത്തിനെയും സ്പോർട്സിനെയും ഞാൻ കാണുന്നത്. കാരണം സമൂഹത്തോട് കൂടുതൽ നല്ല രീതിയിൽ സംവദിക്കാൻ പറ്റിയ നല്ല 2 മാധ്യമങ്ങളാണ്. ഈ 2 മേഖലയിലും വളരെ വലിയ വിദഗ്ധനല്ലെങ്കിലും കുറച്ചെങ്കിലും ശ്രദ്ധിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. എങ്ങനെയാണ് ഈ ഗ്രൂപ്പിലേക്ക്, അതായത് നിങ്ങളുടെ ചപ്ലക്കട്ട ബാൻഡിലേക്ക് ആളുകൾ എത്തിപ്പെട്ടത്? നിങ്ങൾ നേരത്തെ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, അതിലുള്ള ആളുകൾ തന്നെയാണോ എല്ലാവരും? അവരെ എങ്ങനെ, അവരുടെ ടേസ്റ്റ് എങ്ങനെ തിരിച്ചറിഞ്ഞ് ഓരോ ആളുകളും ഓരോ വിഭാഗത്തിലേക്ക് എത്തി? ഈ ചപ്ലക്കട്ട എന്ന ബാൻഡിൻ്റെ പിന്നെ ആലോചന തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. ഇതിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ കോർഡിനേറ്റർ ഗോപികൃഷ്ണൻ, അതുപോലെ ഹരീഷ് ബാബു, ദീപക് തുടങ്ങിയ ആളുകളുടെ പ്രത്യേക താല്പര്യം ഇതിലെടുത്ത് പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളെ സീനിയർ ആർട്ടിസ്റ്റായ ജയേട്ടൻ, ഇതിൽ ഗോപികൃഷ്ണൻ ജയേട്ടൻ, ഇവരൊക്കെ സംഗീതം തന്നെയാണ് ഒരു പ്രൊഫഷണൽ? ഗോപികൃഷ്ണൻ അതിൽ ജയേട്ടൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. വളരെ എല്ലാ സംഗീതോപകരണങ്ങളും ഒരേ ഹൈ ലെവലിൽ വായിക്കുന്ന ഒരു വലിയ കലാകാരനാണ് അദ്ദേഹം. അപ്പോൾ ഇവരൊക്കെ സൗഹൃദത്തിൽപ്പെട്ട കുറേ ആളുകളും ഇതിൻ്റെ ഭാഗമായി. ഒരു 4-5 ആൾക്കാരെ ആയിരുന്നു കൂടുതൽ ഇതിനെപ്പറ്റി ചിന്തിച്ചത്. പിന്നെ ഈ 4-5 ആൾക്കാരെ സൗഹൃദ വലയങ്ങളിൽപ്പെട്ട കുറച്ച് കുട്ടികൾ ഇതിലേക്ക് കടന്നു വരികയും അതൊരു ട്രൂപ്പായി മാറുകയാണ് ഉണ്ടായത്. എങ്ങനെ ഈ പേരിലേക്ക് എത്തിപ്പെട്ടത്? ഒരുപാട് പുതിയ ബാൻഡുകൾ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ആകർഷണം എന്ന് പറയുന്നത് ആ പേരാണ് തോന്നുന്നുണ്ട്, ചപ്ലക്കട്ട എന്ന് പറയുന്ന ഒരു. ഈ ചപ്ലക്കട്ട എന്ന സംഗീതോപകരണം നമ്മൾ സാധാരണയായിട്ട് ഈ കഥാപ്രസംഗം, അതുപോലെ വില്ലടിച്ചാൻ പാട്ട്, ഹരികഥാക്ഷേപം, ഭജൻസിലൊക്കെ തുടങ്ങിയ സംഗീത മേഖലകളിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ആ സംഗീത ശാഖകളൊക്കെ ഇപ്പോൾ അധികം നമ്മൾ കാണുന്നില്ല. അപ്പോൾ പേരിൻ്റെ ഒരു പുതുമയും അതോടൊപ്പം തന്നെ നമ്മളെ ഒരു സംഗീത സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പേരും എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പേരിടാൻ കാരണം. ആ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലായിരിക്കുമോ നിങ്ങളുടെ പരിപാടികൾ? അതായത് കൂടുതൽ ഫോക്ക് നാടൻ പാട്ടുകൾ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള പാട്ടുകൾ ആയിരിക്കുമോ നിങ്ങളുടെ ഈ ബാൻഡിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയാവുന്നത്? അതല്ലേ സിനിമാ പാട്ടുകളുടെ റീമിക്സുകൾ? ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് സ്വന്തം ക്രിയേഷനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ സംസ്കാരത്തിൻ്റെ ഭാഗമായ മറ്റുള്ള എല്ലാ പാട്ടുകളെയും, നാടൻ പാട്ടുകൾ, കവാലീസ്, ശാസ്ത്രീയ സംഗീതം എല്ലതും ഇതിലൂടെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ ചപ്പളകയുടെ കട്ട എന്ന ഈ പേര് നിർദ്ദേശിച്ച ഒരു സാംസ്കാരിക പ്രവർത്തകനായ തിരുവണ്ണൂരിലെ സുധീഷ് തിരുവണ്ണൂരാണ്. നാടൻ പാട്ട് ഒന്ന് കേൾക്കാമെന്ന് തോന്നുന്നു അല്ലേ? ഞാനൊരു പ്രശസ്തമായൊരു നാടൻ പാട്ട് ആദ്യം പാടാം. തെയ്യോ തകതാരോ തിത്തും തകതാരോ തിനന്തിനന്താരോ, തെയ്യോ തകതാരോ തിത്തും തകതാരോ തിനന്തിനന്താരോ, രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ, രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ, அப்பருந்தி பருந்து பருந்து மானத்து செம்பருந்து, காட்டில் சார பார பாரும் பருந்து மானத்து செம்பருந்து, பருந்து ஆடி வச்செம்பருந்து, அப்பருந்தி பருந்து பருந்து மானத்து செம்பருந்து, காட்டில் சார பார பாரும் பருந்து மானத்து செம்பருந்து, பருந்து ஆடி வச்செம்பருந்து, തെയ്യോ തകതാരോ തിത്തും തകതാരോ തിനന്തിനന്താരോ, തെയ്യോ തകതാരോ തിത്തും തകതാരോ തിനന്തിനന്താരോ, രാരിക്കണ്ടാരോ
രേരിക്കണ്ടേരോ രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ മയിലാട്ടം കണ്ട് നിൽക്കും പരുന്ത് മാനത്തെ ചെമ്പരുന്ത് മയിലിനെ വന്നിങ്ങ് റാഞ്ചും പരുന്ത് മാനത്തെ ചെമ്പരുന്ത് മയിലാട്ടം കണ്ട് നിൽക്കും പരുന്ത് മാനത്തെ ചെമ്പരുന്ത് മയിലിനെ വന്നിങ്ങ് റാഞ്ചും പരുന്ത് മാനത്തെ ചെമ്പരുന്ത് പരുന്ത് ആടിവ ചെമ്പരുന്ത് തെയ്യോ തകതാരോ തിത്തും തകതാരോ തിനന്തിനന്താരോ ദയ്യോ തകതാരോ തിത്തും തകതാരോ തിനന്തിനന്താരോ രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ ആടുകളി കണ്ടു നിൽക്കും പരുന്ത് മാനത്തെ ചെമ്പരുന്ത് ആടിനെ വന്നിങ്ങ് റാഞ്ചും പരുന്ത് മാനത്തെ ചെമ്പരുന്ത് ആടുകളി കണ്ടു നിൽക്കും പരുന്ത് മാനത്തെ ചെമ്പരുന്ത് ആടിനെ വന്നിങ്ങ് റാഞ്ചും പരുന്ത് മാനത്തെ ചെമ്പരുന്ത് പരുന്ത് ആടിവ ചെമ്പരുന്ത് തെയ്യോ തകതാരോ തിത്തും തകതാരോ തിനന്തിനന്താരോ ദയ്യോ തകതാരോ തിത്തും തകതാരോ തിനന്തിനന്താരോ രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ കുതിരകളി കണ്ടു നിൽക്കും പരുന്ത് മാനത്തെ ചെമ്പരുന്ത് കുതിരയെ വന്നിങ്ങ് റാഞ്ചും പരുന്ത് മാനത്തെ ചെമ്പരുന്ത് കുതിരകളി കണ്ടു നിൽക്കും പരുന്ത് മാനത്തെ ചെമ്പരുന്ത് കുതിരയെ വന്നിങ്ങ് റാഞ്ചും പരുന്ത് മാനത്തെ ചെമ്പരുന്ത് പരുന്ത് ആടിവ ചെമ്പരുന്ത് തെയ്യോ തകതാരോ തിത്തും തകതാരോ തിനന്തിനന്താരോ ദയ്യോ തകതാരോ തിത്തും തകതാരോ തിനന്തിനന്താരോ രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ ആനക്കള്ളി കണ്ടു നിൽക്കും പരുന്ത് മാനത്തെ ചെമ്പരുന്ത് ആനയെ വന്നിങ്ങ് റാഞ്ചും പരുന്ത് മാനത്തെ ചെമ്പരുന്ത് പരുന്ത് ആടിവ ചെമ്പരുന്ത് തെയ്യോ തകതാരോ തിത്തും തകതാരോ തിനന്തിനന്താരോ ദയ്യോ തകതാരോ തിത്തും തകതാരോ തിനന്തിനന്താരോ രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ ആനക്കള്ളി കണ്ടു നിൽക്കും പരുന്ത് മാനത്തെ ചെമ്പരുന്ത് ആനയെ വന്നിങ്ങ് റാഞ്ചും പരുന്ത് മാനത്തെ ചെമ്പരുന്ത് ആനക്കള്ളി കണ്ടു നിൽക്കും പരുന്ത് മാനത്തെ ചെമ്പരുന്ത് ആനയെ വന്നിങ്ങ് റാഞ്ചും പരുന്ത് മാനത്തെ ചെമ്പരുന്ത് പരുന്ത് ആടിവ ചെമ്പരുന്ത് തെയ്യോ തകതാരോ തിത്തും തകതാരോ തിനന്തിനന്താരോ ദയ്യോ തകതാരോ തിത്തും തകതാരോ തിനന്തിനന്താരോ രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ രാരിക്കണ്ടാരോ ഒരുപാട് പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി എങ്ങനെയാണ് പരിപാടികൾ? അടുത്ത കൂടുതൽ പരിപാടികൾക്ക് ബുക്ക് ചെയ്ത് തുടങ്ങി എങ്ങനെയാണ്? ഒന്ന് രണ്ട് അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടിക്കുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. അപ്പം കൂടുതൽ പരിപാടികൾ ഉണ്ടാവട്ടെ, കൂടുതൽ മികച്ച പാട്ടുകൾ ഉണ്ടാവട്ടെ, വലിയൊരു ലോകം അറിയുന്ന ഒരു സംഗീത ട്രൂപ്പായി ഒരു ഫുട്ബോൾ കോച്ചാണ്, ആ നിലയ്ക്കും കൂടുതൽ വിവരങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. വളരെയധികം പ്രസാദ് ഞങ്ങളുടെ മോർണിംഗ് ഷോയിൽ എത്തിയതിന് അതിഥിയായിട്ട്.